മോഷണക്കുറ്റം ആരോപിച്ച് 17-കാരന് ക്രൂരമർദ്ദനമെന്ന് പരാതി. പത്തനംതിട്ട ഓമല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓർഫനേജിനെതിരെയാണ് പരാതി. അണക്കര സ്വദേശികളായ 17-കാരനും മാതാവുമാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 4 മാസങ്ങൾക്ക് മുമ്പാണ് യൂട്യൂബ് ചാനലിൽ ലൈവ് പ്രോഗ്രാം കണ്ട് 17-കാരന്റെ മാതാവ് സംഗീത തിയേറ്ററിന് സമീപമുള്ള ക്രിസ്തീയ സഭയുടെ സെന്ററുമായി ബന്ധപ്പെട്ടത്. തുടർന്ന് പത്തനംതിട്ട ഓമല്ലൂരുള്ള മുഖ്യ സ്ഥാപനത്തിലേക്ക് പോയി അവിടെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. 17-കാരന് വിദ്യാഭ്യാസം നൽകി ജോലി നൽകാമെന്ന വാഗ്ദാനം സഭാധികൃതർ നൽകി. തുടർന്ന് മാതാവ് 17-കാരനെ അവിടെ വിട്ടു. എന്നാൽ സ്കൂളിൽ അയക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ മറ്റു പണികൾക്കാണ് 17-കാരനെ സഭ ഉപയോഗിച്ചത്. പഠിക്കാൻ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മോഷണക്കുറ്റം ചുമത്തി മർദ്ദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. 11-ാം തീയതി ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് പറയാനായപ്പോൾ അത് കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. ഒരു പാസ്റ്റർ ബിന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയതാണ്. അപ്പോൾ അവര് ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പം കൊച്ചിനെ അവിടെ നിർത്തി പഠിപ്പിക്കാൻ, അവന്റെ സകല കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞേച്ച് അവിടെ നിർത്തിയായിരുന്നു. അത് 9th 10th ഒക്കെ പഠിപ്പിക്കാന്നാ പറഞ്ഞിരുന്നേ. പക്ഷെ അവിടെ ചെന്നിട്ട് അവര് ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ മണ്ണ് ചോദിക്കാൻ കൊണ്ടുപോവുക. പിന്നെ അവരെ വൃദ്ധസദനത്തിലേക്കായിരുന്നു കൊണ്ടുപോയി, ഓൾഡേജ് ഹോമിലേക്ക് കൊണ്ടുപോയേ. അവിടെ അവരെ ശുശ്രൂഷിക്കാനൊക്കെ ആയിരുന്നു കൊണ്ടുപോയത്. പിന്നെ ഈ കഴിഞ്ഞ 11-ാം തീയതി ആയിരിക്കും ഇവരെ ഭയങ്കരമായിട്ട് ആ വാർഡനൊക്കെ ഉപദ്രവിച്ചു. ഒത്തിരി വലിയൊരു വടി വെച്ചിട്ട് ചൂരൽ വടി വെച്ച് അടിച്ച് എനിക്ക് മോഷണക്കുറ്റം ചുമത്തി വായിൽ തുണി തിരികെ ചൂരലിനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും 2 പേർ ചേർന്ന് നിരന്തരം പീഡനം നടത്തിയിരുന്നതായി 17-കാരൻ പറഞ്ഞു. കഴിഞ്ഞ 11-ാം തീയതി ഞാൻ ഈ കൊല്ലം മീറ്റിങ്ങിന് വീഡിയോ പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് മീറ്റിങ്ങിന് പോയി വന്നു കഴിഞ്ഞിട്ട് മാനേജറായ റെജി എന്ന് പറയുന്നതും പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെന്നി, സിജോ എന്നിവരെല്ലാവരും കൂടി ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ റൂമിൽ വന്ന് കയറി. ഇങ്ങനെ ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ റൂമിൽ വന്ന് കയറിയിട്ട് കഥ അടച്ചു. എന്നിട്ട് ഇവര് പുറകിൽ നിന്ന് സിജോ കയറി വായിൽ തുണിയും തിരികെ ബെന്നി പുറകിൽ നിന്ന് അടിക്കുകയും ചെയ്തു. മാനേജറായ റെജി കഴുത്തിന് വട്ടം പിടിച്ച് വെക്കുകയും പിന്നെ ഇവിടേക്കിട്ട് അടിക്കുകയും തല പിടിച്ച് ബെഡിലൊക്കെ അടിക്കുകയും ചെയ്തു. എന്നിട്ട് ബെന്നിയാണെങ്കിൽ കാലിൻ്റെ തുടക്കിട്ടും കാൽപ്പത്തിയിലും കൈകളിലും ഒക്കെ അടിച്ച്. ഈ സഭ നടത്തുന്ന യൂട്യൂബ് കണ്ടാണ് പലരും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. മാതാവെത്തിയാണ് 17-കാരനെ ആശുപത്രിയിൽ എത്തിച്ചത്. 17-കാരനെ ചികിത്സിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ബാലാവകാശ കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് പോലീസിന് റിപ്പോർട്ട് കൈമാറി. നടന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയതായും 17-കാരന്റെ മാതാവ് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.